ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് കണ്ണ് വെയിലടിച്ചിട്ട് കണ്ണ് കാണാൻ പറ്റില്ല, എന്തിനാണോ എന്തോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പോവുകയാണ് സുഹൃത്തുക്കളെ. ഉച്ചയ്ക്ക് എഴുതിയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? ഫുഡ് കഴിക്കാൻ പോകുന്നത് വേറെ എവിടെയല്ല, എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. എങ്ങും ഫുഡില്ല. അയ്യോ, എങ്ങും ഫുഡില്ല. ഫുഡുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മൾ മെയിനായിട്ട് പോയി കഴിക്കുന്ന സ്ഥലങ്ങളിൽ ഫുഡില്ല. അവിടെയൊക്കെ അടച്ചിട്ടിരിക്കാൻ തോന്നുന്നത്. കഴിഞ്ഞ 2 ദിവസം പോയി അടച്ചിട്ടിരിക്കുകയായിരുന്നു. സോ ഇന്ന് തന്നെ പുതിയൊരു മേച്ചിൽപ്പൂണം തരുന്ന നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് കുറച്ചധികം പരിപാടികളുണ്ട്. അപ്പം നമുക്കിന്ന് ഫസ്റ്റ് പോയി അന്നമാണ് ഉന്നം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അന്നം കഴിക്കാൻ നേരെ ഒരു പുതിയൊരു മേച്ചിൽപ്പുണ്ട്. അവിടെ പോയി തിരക്കാം. പല ആൾക്കാരും പറയുന്ന കേട്ട് 30,000 രൂപയൊന്നും ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ വെറും തുച്ഛമായ പൈസക്ക് ഞാൻ ഊണ് കഴിച്ച് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ദാസേട്ടൻ വന്നാളെ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഫുഡ് കഴിക്കാം. വയറിനെ സംതൃപ്തിപ്പെടുത്താം. ഓക്കെ, ലെറ്റ്സ് ഗോ. ചോറ് എക്സ്പെക്ട് ചെയ്തെന്ന് എനിക്ക് കിട്ടിയത് കഞ്ഞിയാണ് കഴിച്ച്. ഞാൻ ചോറല്ല എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ കഞ്ഞി, കടല, കൊണ്ടാട്ടമുളക്, പിന്നെ എന്തിനാണ് മറ്റേ നെല്ലിക്കച്ചാറ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുമ്പോഴത്തേക്കും അതുകൊണ്ടോ 6 സ്പേസ് മാത്രമേ ഇരിക്കാനായിട്ട്. ഇരിക്കാൻ സ്പേസ് ഇല്ല. ഇവിടെ നിന്ന് വേണം കഴിക്കാൻ. ഇത് വെച്ച് നോക്കുമ്പോൾ സമൃദ്ധി കൊച്ചി എന്ത് സുഖമാണ് കഴിച്ച്. ആ രണ്ടിടത്തുള്ളത് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്, തണലുണ്ട്, എല്ലാം ഉണ്ട്. ഇത് ആപ്പടെ ഇത്തിപ്പൂരം പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പുറത്തുനിന്ന് കഴിക്കേണ്ട അവസ്ഥയാണ്. എന്തിപ്പോൾ എന്തായാലും ഇതെന്താ വലിയ കാര്യമായിട്ട് തുടങ്ങിയിട്ട് ഒരുമാതിരി. ഓക്കെ, തിരക്കുണ്ട്. 30 രൂപയ്ക്ക് ഫുഡ് കൊടുക്കേണ്ട ഓക്കെയാണ്. പക്ഷെ അത് കൊടുക്കുമ്പോഴത്തേക്കും ഈ പുറത്തിരുന്ന് കഴിക്കേണ്ട സിറ്റുവേഷൻ ആണല്ലോ. കഴിക്കാനുള്ള സ്പേസും കൂടി ഉണ്ടേ. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും വേണ്ട, ഇവിടെ മൊത്തം പാർക്കിംഗ് ആണ്. ഇവിടെ എന്തെങ്കിലും സെറ്റ് ചെയ്യണം. എന്തെങ്കിലും മറ്റേ റൂഫ് ടോപ്പിങ്ങനെ അടിച്ചിട്ടാൽ മതി. എന്തെങ്കിലും സ്പേസ് കിടക്കില്ല. ഇതൊരുമാതിരി വന്നിട്ട് ഈ ഒരു സ്പേസിൽ വന്നിട്ട് അങ്ങനെ കഴിക്കേണ്ട അവസ്ഥ. ടോട്ടൽ ഡിസപ്പോയിൻറ്റഡ്. എനിക്ക് രാജോടി ഇതാക്കുമെന്ന് അറിയാൻ മേല. പക്ഷേ പോരാ, ആ ഒരു കുഞ്ഞ് സ്പേസിനകത്ത് അത്രയും പേർക്ക് ഒരിക്കലും സൗകര്യമില്ല. ഉച്ച സമയം നല്ല റഷല്ലേ, തിരക്കാണ്. പോരാ ഇരിക്കാനുള്ള സ്പേസ് വേണം. അകത്തിരിക്കാനുള്ള സ്പേസ്. ഒന്നാമത് ചൂട് കൂടിയാണ്. നല്ല പൊള്ളുണ്ട്. നമ്മൾ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ തന്നെ പാത്രം പൈപ്പിൽ കഴുകിയിട്ട് ഇവിടെ കൊണ്ട് വെക്കണം. സെൽഫ് സർവീസ്, ഫുൾ സെൽഫ് സർവീസാണ്. തന്നെ പാത്രം കഴുകി ഇവിടെ തന്നെ വെച്ചോണം. നോക്ക്, കുമ്പളങ്ങിയിലെ മെയിൻ ഫുഡ് ബ്ലോഗറായ ഏജൻറ് റിവേഴ്സ് ഗിയർ എന്നറിയപ്പെടുന്ന ഉണ്ണിച്ചേട്ടൻ ഉണ്ടായിരുന്നത്. ഉണ്ണിച്ചേട്ടൻ്റെ ഭാരവാഹികളും ഉണ്ട്. എങ്ങനെയുണ്ട് ഉണ്ണിച്ചേട്ടൻ? ഫുഡ് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ സ്ഥലം ഭയങ്കര കുറവാണ്. രക്ഷയില്ല. നിന്ന് കഴിച്ച മൊത്തം പകുതി വഴി കൂടെ വിയർത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ചു നേരം നിന്നു. അത് കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. അപ്പം കുറെ ആൾക്കാർ ഇവിടെ കൈ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ ഷെഡിലൊക്കെ പോയി. അപ്പൊ ഞാൻ അപ്പുറത്തെ ഷെഡിൽ നിന്ന് കഴിച്ചത്. ആ ഷെഡിൽ നിന്ന് കഴിച്ചത്. ആ ഷെഡുള്ളതുകൊണ്ട്. ആ ഷെഡില്ലായിരുന്നെങ്കിൽ കാണാറുണ്ട്. ആ ഷെഡില്ലായിരുന്നെങ്കിൽ പുറത്തുനിന്ന് വരുന്ന നിൽക്കുന്നതിന് ഒമ്പോ അങ്ങനെ 2 റോസ്റ്റും കൂടെ എടുക്കാൻ പറയാം. റോസ്റ്റ് സെപ്പറേറ്റ് വാങ്ങിക്കുന്നത് കൂടുതലായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് തോന്നുന്നത്. ചൂട് ഭയങ്കര കൂടുതലല്ലേ, എന്തെങ്കിലും ചെയ്യുന്നത്. ഇത്ര സ്പേസ് അവർക്ക് അതൊക്കെ ഇതാക്കി ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഇത്ര ആൾ വരുമെന്ന് പ്രതീക്ഷ ഉണ്ടാവില്ല. പ്രതീക്ഷിക്കണം. 30 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ആളെ എവിടെയും ആൾക്കാർ വരും. അതെ ഉറപ്പായിട്ടും. പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിൽ എത്തി. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചാൽ രാത്രി നമുക്ക് തിയേറ്ററിൽ പോയി കിടന്ന് ഉറങ്ങാനുള്ളതാണ്. സോ മറ്റേ ഇന്ത്യ കിച്ചൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരാളെ നെഗറ്റീവായിട്ട് പറയുന്നതല്ല. ഞാൻ അവിടെ കണ്ട കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചൂട് സമയമാണ്, നല്ല വെയിലുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് ഇരിക്കാൻ, വെയിൽ കൊള്ളാണ്ടിരിക്കാൻ, ചൂട് കൊള്ളാണ്ടിരിക്കാൻ എന്തെങ്കിലും ഫെസിലിറ്റി ഉണ്ടാക്കി വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്ന് വെച്ചാൽ ഫുഡ് വാങ്ങിച്ചിട്ട് നിന്ന് കഴിപ്പെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര പാടാണത്. പക്ഷേ അപ്പുറത്തെ ഷെഡിലൊക്കെ നിന്നാണ് ആൾക്കാർ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഇതാണ് സംഭവം. പക്ഷേ ആ ഒരു ഫെസിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ഓക്കെ, സെറ്റാണ്. ഇത്രയും രൂപയ്ക്ക് ചെറിയ പൈസയ്ക്ക് ഫുഡ് കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു കാര്യമാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് അതിനുള്ള ഫെസിലിറ്റിയും കൂടെ തയ്യാറാക്കണം. ചെറിയൊരു സ്പേസാണ്. ആ ചെറിയ സ്പേസിൽ ഒരുപാട് ആൾക്കാർ വരും. ഇത്രയും ചെറിയ പൈസയ്ക്ക് ഫുഡ് എടുക്കുന്ന ഒരുപാട് ആൾക്കാർ വരും. സോ അതുകൊണ്ട് ആരെങ്കിലും കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അത്രയുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് റെസ്റ്റ് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, ഉറക്കം കഴിഞ്ഞ് എഴുതിയിട്ട് വേറെ എങ്ങനെ ചായ കിട്ടായില്ലല്ലോ. ഹോട്ട് ബോക്സിനോട് ചായ ഇട്ടില്ലെങ്കിൽ കിട്ടില്ല. അവസാനം ചായ കപ്പിൻ്റെ അവിടെ ചായ കുടിക്കാൻ കഴിച്ച് ബൺബസ്കിൻ ചായ. അവിടെ പുതിയ കഫേ നമ്മുടെ തമ്മനത്ത് ഞാൻ കഴിഞ്ഞ ബ്ലോഗിനകത്ത് പറഞ്ഞാൽ തുടങ്ങിയത്. അപ്പോൾ അവിടെ ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ച് ഫുഡും കഴിച്ചിട്ടാണ് ലാസ്റ്റേട്ടൻ ഞാനിന്ന് തിയേറ്ററിൽ കിടന്ന് ഉറങ്ങാൻ പോയി. പുതപ്പും തലേനൊക്കെ ഇട്ടിട്ട് ഞാനിന്ന് PVR വരെ പോകാൻ പോയാണ്. എന്നാലേ ശരിയാവത്തുള്ളൂ.
ആഹാ വെച്ച് ഞാൻ മയക്ക് എടുത്തിട്ടില്ല. സോ എന്തെങ്കിലും തെറ്റുപറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആ സമയത്ത് എനിക്ക് കുറച്ച് കോൾഡ് വന്നു അതാണ് മയക്കെടുക്കാൻ മറന്നുപോയത്. അപ്പം എന്തെങ്കിലും ചായ കുടിച്ച് നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ നാളെ ആട് 3 ഉണ്ട്. അപ്പം അതിന് ബുക്ക് ചെയ്യാൻ സെറ്റപ്പ് ശരിയാക്കണം എന്തെങ്കിലുമൊക്കെ സെറ്റാക്കിട്ടൊക്കെ. പണ്ട് എന്തോരം പ്രതാപത്തിരുന്ന ഹോട്ട് ബോക്സാണ്. ഇപ്പം ആളുമില്ല, ആരാമില്ല, ഫ്രണ്ട്സിൽ ഇരിക്കാൻ പോലും ആരുമില്ല. ചായ ഇല്ലാത്തവർ എന്നിട്ട് ചായ കൗണ്ടർ കാലിൽ കിടക്കുന്നത് ആരുമില്ല അവിടെ. ഗ്യാസിൻ്റെ അഫക്ഷനേ. അങ്ങനെ ഞാൻ സ്റ്റേഡിയത്തിൽ നിന്ന് നേരെ തിയേറ്റർ എത്തിയിട്ടുണ്ട്. 9:50 വേണം. പക്ഷേ അത് ഇപ്പോൾ 9 കാലമായിട്ടുള്ള നമുക്ക് സമയമുണ്ട്. പക്ഷേ ആദ്യം നമുക്ക് ഫുഡ് കഴിക്കണം. വേറെ ഒന്നും ഫുഡ് കഴിക്കാണ്ട് കടയിൽ നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനടുത്തുള്ള ഫുഡ് കോർട്ടിൽ നിന്ന് ബർഗർ കിങ്ങിൽ നിന്ന് അവിടെ നിന്ന് എന്തെങ്കിലും സാധനം കഴിക്കാമെന്ന് വിചാരിച്ച് ഇതിനൊക്കെയുണ്ട്. ഞാൻ ഈ ബർഗർ കിങ്ങിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കാനുണ്ട്. ചില തെണ്ടികൾ വിചാരിക്കും ഞാൻ വലിയ പൈസ പൊട്ടിച്ചിറക്കണ്, ആർമാദിച്ചിറക്കണ്. എനിക്ക് അങ്ങനെ വിചാരിച്ചാൽ എനിക്ക് ഒരു വെറും ഇരാണ് അടല്ല. എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ളത് എന്താണെന്ന് കറക്റ്റായിട്ടറിയാം. ഞാനിപ്പോൾ എവിടെ നിന്ന് പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പം ഞാൻ ആലോചിക്കുന്നത് ദുരന്തറിൻ്റെ റിവ്യൂ, അതായത് ദുരന്തറിൻ്റെ റിവ്യൂ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടും ഈ മൂവിക്ക് പോകുന്നതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു വ്ളോഗ് അങ്ങനെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് വീഡിയോ. ദുരന്തറിൻ്റെ റിവ്യൂ എന്തായാലും ഫസ്റ്റ് വന്നിട്ടായിരിക്കും വ്ളോഗ് വരുന്നത്. ദുരന്തറിൻ്റെ റിവ്യൂ എന്തായാലും ഞാൻ കണ്ടിറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ നടന്നു പോകുന്ന കൂടി എടുത്ത് പോയിട്ട് അത് ഫസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുക. അത് എത്ര മിനിറ്റാണ് എനിക്ക് എന്താണ് കാര്യങ്ങൾ പറയാൻ തോന്നുന്നത് അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. ഓക്കെ, ദുരന്തറിൻ്റെ ആയിരിക്കും ആദ്യം വരുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ നോക്കാം. ഞാൻ ആദ്യമേ എവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റും, എളുപ്പം കിട്ടുന്ന ഏതാണ് അത് കഴിക്കട്ടെ. ഇതൊക്കെ കണ്ട ആൾക്കാർ വിചാരിക്കും ഞാൻ വലിയ ലക്ഷറിയാണ്. എൻ്റെ പൊന്നു കഴിച്ച് നമ്മൾ സ്ഥിരം കഴിക്കുന്ന കടയൊന്നും ഇല്ല, വിശ്വസിച്ചിരിക്കാൻ പറ്റിയ കടകളില്ല. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന കടകളുണ്ടല്ലോ, ഇനി വേറെ വല്ല കടയിൽ നിന്ന് മാറി കഴിച്ചിട്ട് നമ്മൾ പണിയും കിട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ 3 ഇരിക്കും. സോ അതുകാരാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഓക്കെ വിശ്വസിച്ച് കഴിക്കാമല്ലോ, അതുകൊണ്ടാണ് വേറൊന്നുമില്ല. ഇല്ലെങ്കിൽ ഓക്കെ ഒരു 4 ദോശ ഒരു ഡബിൾ ഓംലെറ്റ് സെറ്റാണ്. പക്ഷെ നമുക്കിപ്പം അവൈലബിലിറ്റി നോക്കണ്ടേ, കിട്ടാനില്ലാത്തത് നമുക്ക് എന്ത് ചെയ്യണം? ചേരച്ചിൻ്റെ നാട്ടിൽ ചെന്നാൽ നടുക്കഷം തിന്നണമെന്നാണത് പഴമക്കാർ പറയാനുള്ള. കാരണം കിട്ടണോ കഴിക്കുക. നമുക്കിപ്പോൾ ഒരു സിനിമയ്ക്ക് പോകാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല, ഇവിടുന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ. വേറെ അടുത്ത് പറഞ്ഞാൽ ഹോട്ടലൊന്നും ഇല്ല, ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു പേടി, സ്ഥിരം കഴിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പണി കിട്ടുമെന്നുള്ള പേടിയുണ്ട്. ആ പേടി കഴിക്കാതിരിക്കണം നല്ലത്. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ കഴിക്കുന്നത്. ഇതൊന്ന് വിചാരിക്കുക പ്ലീസ്, വിജയിച്ച് നോക്കട്ടെ. എല്ലാം കൂടെ അപരാധം പറഞ്ഞ് എന്തൊക്കെയോ പറ്റുന്നുണ്ട്. നിങ്ങൾ പറയാനുള്ളത് പറയും, എനിക്കതൊന്നും മൈൻഡിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഗോ ടു ഹെൽ. ഞാൻ കഴിച്ച് ചെയ്തിട്ട് 2 മണിയാക്കില്ല, ചൂടുണ്ട്, നമുക്ക് ടൈമായി, എല്ലാം കൂടെ ആകുമ്പോഴേ രക്ഷ. കഴിക്കാണ്ട് പോകാൻ പറ്റില്ല. 9:50 ഞങ്ങൾ 9:50, 19, 19, 12, 12:50, 1:50, 2 മണി 2:15 പടം തീരുമ്പോഴത്തേക്ക്. സോ PVR മേടിക്കുന്ന അറിയാലോ, ജെട്ടിക്ക് കോംബോ ഓഫർ വല്ലതും ഇതുപോലെ ബർഗർ കിങ്ങിന് അവിടെ നിന്ന് കോംബോ ഓഫർ തന്നെ കഴിച്ചിട്ട് പോകുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഞാൻ കഴിച്ചിട്ട് തരാം. ഇല്ലെങ്കിൽ ഇത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സമയം പോകും. കറക്റ്റ് 9:50 പടം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഒരു തടി പോലും മിസ്സാക്കാൻ പറ്റില്ല. അയ്യോ, കറക്റ്റ് പടം തുടങ്ങാൻ 6 മിനിറ്റ് ബാക്കിക്ക് നമ്മൾ ഫുഡ് വെച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ PVRലേക്ക് ഞാൻ തിയേറ്ററിനകത്ത് കയറിയേ. ഞാൻ പടമൊക്കെ കണ്ടിട്ട് ഇതിന് തിരിച്ചു വരാം. എന്തായാലും പടം ജസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ കയറിയിട്ടുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ടിസ്റ്റുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പടം കണ്ട് കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. പടത്തിൻ്റെ റിവ്യൂ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു പോയതാണ്. എങ്ങനെയുണ്ട് നിങ്ങൾ ഈ വ്ളോഗിനകത്ത് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മളിന്ന് പടം കഴിഞ്ഞിട്ടുണ്ട്. മണി എത്രയായി? അയ്യോ, 2 മണി 2:15 2:30 ഉണ്ടായിരുന്നു. 2:27 ഇനി നേരെ പോവുക. നമ്മുടെ 24 കടയിൽ നിന്ന് കട്ടൻ കിട്ടിയാൽ കട്ടൻ കുടിക്കുക, അല്ലെങ്കിൽ നേരെ റൂമിൽ പോവുക, കിടന്നുറങ്ങുക. പിറ്റേ ദിവസം രാവിലെ ആട് 3 ടിക്കറ്റ് രാവിലെ നോക്കട്ടെ. രാവിലെ നോക്കിയിട്ട് ചിലപ്പോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ രാവിലത്തെ പടം കയറും, ഇല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോകാൻ എനിക്ക് ആഗ്രഹം.
ഫോർമലി പോകാൻ ആഗ്രഹമില്ല. നോക്കട്ടെ എന്തെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ അങ്ങോട്ട് പോട്ടെ. കുത്താടെ പന്നപ്പട്ടി കുതുകെ. ഓക്കെ ഗൈസ്, അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിൽ എത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെ നമ്മൾ കുഞ്ഞു വീഡിയോ. ഇന്ന് രാവിലെ ആടിന് പോകാൻ വേണ്ടി കൺഫ്യൂഷനാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം ഇനിയിപ്പം ദുരന്തറിൻ്റെ റിവ്യൂ പറഞ്ഞ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടാണ് കിടന്നുറങ്ങാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ സന്ധിക്കുമ്പോഴേക്കും വണക്കം.